ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല അൻത തജ്അലുൽ ഹസ്ന ഇദാ ശി'ത സഹ്ല അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഅനി വസിദ്നി ഇൽമ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമിൽതു വമിൻ ശർരി മാ ലം അഅലം اللهم اجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهب همي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ കലാം പഠിക്കാനും മനസ്സിലാക്കാനും വന്നിരിക്കുകയാണല്ലേ. ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളെ ഫോണിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളും ഒരുപാട് നമ്മളെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ കുറച്ച് ആളുകളെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കണം അള്ളാഹു. അപ്പോൾ നമ്മൾ അള്ളാഹിനോട് എത്ര ശുക്ർ ചെയ്യണം അല്ലേ. ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് ഇപ്പം നമ്മളെ ഫാമിലിനെ എടുത്തൊക്കെ, ഫാമിലിയിൽ എത്ര ആളുണ്ടാവും ഖുർആൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഇസ്ലാമികമായിട്ടുള്ള പഠിക്കുന്നത്. അല്ല, ഒരു 50 ആളുള്ള ഫാമിലിയിൽ 50 ആളും ഖുർആൻ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക ചെയ്യുന്നവരാവില്ലല്ലോ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അള്ളാഹു തിരഞ്ഞെടുത്തില്ലേ. അപ്പം നമ്മൾ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ക്ലാസ്സിലിരിക്കുക അല്ലേ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ്. ഇപ്പോൾ ആദ്യമായിട്ട് പിന്നെ ബക്രയാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ ബക്ര പഠിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയണ കാര്യമല്ലേ, ആശാമ എപ്പോഴും പറയലുണ്ട്, ബക്ര പഠിക്കുമ്പോൾ ഷെയ്ത്താൻ്റെ ഷെറ് വല്ലാതെ ഉണ്ടാവും. പഠിക്കാൻ തുടങ്ങിയ സമയത്തും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചും കൊണ്ടേയിരിക്കും ഷെയ്ത്താൻ. പല രീതിയിൽ നമുക്ക് പിന്നെ അസുഖം വന്നിട്ടോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് അസുഖം വന്നിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് കേൾക്കാതിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഗസ്റ്റിനെ എത്തിച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളത് മുടക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം എല്ലാവരും അഊദ് ഓതി ഇരിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ എല്ലാവരും ക്ലാസ് ഇപ്പോൾ 5 ആയത്ത് പഠിച്ചല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും നോട്ട് എഴുതുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോട്ട് എഴുതുക. നമ്മൾ പിന്നെ ഇൽമിൻ്റെ മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ നോട്ട് എഴുതണം. അല്ലാതെ വെറുതെ ഇരിക്കണത് പിന്നെ നമുക്കത് ഇങ്ങനെ ഒരു ചെവി കൂടി കേട്ട് മറ്റൊരു ചെവി കൂടി പോവും. അപ്പോൾ നോട്ട് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ പിന്നെ യുദ്ധത്തിന് വാളില്ലാതെ പോകുന്നത് പോലെയാണ് ഇൽമിൻ്റെ മജ്‌ലിസിൽ നോട്ട്ബുക്കും പേനില്ലാതെ പോണത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് എല്ലാവരും 5 ആയത്തുകളുടെ ഇത് എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവിടെ ഒരാൾ പറയുന്ന കേട്ടു, സൂറത്തുൽ ബക്കറിൻ്റെ ഒരു ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചിരുന്നു. സൂറത്തുൽ ബക്കറിൻ്റെ ഉള്ളടക്കം, സൂറത്തുൽ ബക്കറ എന്ന് പറയുന്നത് ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ്. കൂടുതലായിട്ടും അത് മക്കി ആയത്തുകൾ, മക്കയിലായെന്നും മദീനയിലുള്ളതും രണ്ടുണ്ട്. മക്കയിലായപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് മുശ്രിക്കുകളുടെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ ഈ സൂറത്തുൽ ബക്കറ പിന്നെ ഡെയിലി പാരായണം ചെയ്യണത് പിന്നെ ഇബ്ലീസ് വീട്ടിലുണ്ടാവാതിരിക്കാൻ നല്ലതാണ്. രാത്രി കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതുക. അതൊക്കെ ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പിന്നെ ഈ സൂറത്തുൽ ബക്കറയ്ക്ക് ആ പേര് വരാൻ കാരണം പിന്നെ ബക്കറ പശു. അപ്പോൾ ഒരു ബനി ഇസ്രായേലരോട് അള്ളാഹു പിന്നെ ഇത് ഒരു പശുവിനെ ഇറക്കാൻ പറഞ്ഞിട്ടുള്ളൊരു കഥ അതിൽ വരുന്നുണ്ട്. ഒരു എത്രയോ ഒരു ആയത്തുകൾ മുതൽ ഒരു 66 അങ്ങനെ ഒരു ആയത്തുകൾ മുതൽ പിന്നെ പശുവിൻ്റെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ അത് ബനി ഇസ്രായേലർ ആ ഒരു പശുവിനെ പറ്റി കുറേ ഒരു കളി കളിച്ചു. പിന്നെ അവസാനം അവർ അറുത്തു. അപ്പോൾ ആ ഒരു കഥ അതിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ ബക്കറ ഒരു 77 ആയത്ത് വരെയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവരെയുള്ള ഈ ഒരു കാര്യങ്ങളാണ്. ഫസ്റ്റ് ആയത്ത് പിന്നെ നമുക്ക് ഇത് മുതലാണ് പിന്നെ അലിഫ്ലാമീം ഹുറൂഫുൽ മുഖത്താഴത്ത് എന്ന് പറയും. അലിഫ്ലാമീന് അതായത് ഹർഫുകൾ വെച്ചിട്ട് അതിനൊരു പ്രത്യേകമായിട്ടൊരു മീനിങ് ഒന്നും ഉണ്ടാവില്ല. ഹുറൂഫുൽ മുഖത്താഴത്തിൻ്റെ ഇതിന് ആയത്ത് എന്ന് പറയാൻ പറ്റില്ല. അത് അലിഫ്ലാമീം സ്വാദ്, അലിഫ്ലാമീം റാ, ഹാമീം നൂൻ തുടങ്ങി ഒരു 250ഓളം പിന്നെ ഹുറൂഫുൽ മുഖത്താഴത്തിൻ്റെ ആയത്തുകൾ വരുന്നുണ്ട് ഖുർആനിൽ. അപ്പോൾ അത് എന്തിനാണ് അങ്ങനെ തുടങ്ങുന്നത് വെച്ചാൽ പിന്നെ അന്ന് പിന്നെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ.
പിന്നെ ഇത് കവിതയാണ്, അത് അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ളതല്ല, അങ്ങനെ ആകാംക്ഷികൾ പറയുമ്പോൾ അവരോ അള്ളാഹു വെല്ലുവിളിച്ചതാണ്. ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ഒരു ആയത്ത് ഒരു വരിയെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അവർക്കതിന് കഴിഞ്ഞില്ല. അപ്പൊ ഇതില് ഒരു മനുഷ്യന്റെ കൈക്കടത്തൽ ഇല്ലാന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ആവണം ഈ ഈ അള്ളാഹു പിന്നെ ഇങ്ങനെ ഈ ഉറൂഫുൽ മുഖത്താഴത്തിന്റെ ഹർഫുകൾ വെച്ചുകൊണ്ട് ചില സൂറത്തുകളിൽ തുടങ്ങിയതെന്ന് പണ്ഡിതന്മാർ പറയുന്നു. നമുക്ക് മുഴുവനായിട്ട് അറിയില്ല, അള്ളാഹു ആലം. പിന്നെ വരുന്നത് പിന്നെ രണ്ടാമത്തെ ആയത്ത് മുതൽ വരുന്നത് പിന്നെ ഈ മുത്തക്കീങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ആർക്കാണ് ഖുർആൻ ഹിദായത്താവുക, അതുപോലെ പിന്നെ എന്താ പറയാ, പിന്നെ മുത്തക്കീങ്ങളുടെ സ്വഭാവ ഗുണങ്ങള്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഇതിൽ വരുന്നത് ഇൻഷാ അള്ളാ. അപ്പൊ നമുക്ക് അത് തുടങ്ങും. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഇവര് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയി. അപ്പോൾ അതായത് പിന്നെ ഈ ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഒരു നമ്മളൊരു ഭയങ്കര ഒരു ശ്രേഷ്ഠമായ ഒരു കാര്യമായിട്ട് തന്നെ എടുക്കണം. ഖുർആൻ പഠിക്കണതും പഠിപ്പിക്കണതും. പിന്നെ കാരണം അത് അള്ളാഹു ഞാൻ പറഞ്ഞ നമ്മളെ തെരഞ്ഞെടുത്തതാണ്. അപ്പൊ അത് നമ്മള് ഒരു നിസ്സാര കാര്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണതിന്റെ ഇടയിൽ ഇപ്പൊ അവിടെ ഒരു മിഷ്കാത്തിലൊരു ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഖുർആനിലൊരു ക്ലാസ് ഉണ്ട്, ഞാൻ ഓണാക്കട്ടെ അങ്ങനെ കരുതിയിരിക്കാതെ, ഇത് എന്നോട് അള്ളാഹു ഇത് ഞാനിത് കേൾക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് എനിക്ക് ഈ ലിങ്ക് കിട്ടിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നല്ല നിയത്തോടെ കേൾക്കാനിരിക്കുക. എന്ത് ചെയ്യുമ്പോഴും നിയത്ത് വേണമല്ലോ. ഇത് എനിക്ക് പിന്നെ ഇത് അള്ളാഹുവിന്റെ അടുത്ത് എനിക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ നല്ല നല്ല നിയത്തുകൾ ഉണ്ടാക്കിക്കൊണ്ട് വേണം നമ്മൾ തുടങ്ങാൻ. അപ്പൊ പിന്നെ ഖുർആൻ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരാകാം ഖുർആൻ പഠിക്കണോണ്ട്. സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനം നേടാൻ പറ്റും. ഖിയാമത്ത് നാളിൽ ശുപാർശ ലഭിക്കും. അപ്പോ അത് എന്താ പറയാ, ഈ ബക്കറ അതുപോലെ ആലിമ്രാൻ ഇത് രണ്ടും നമുക്ക് പിന്നെ ഖിയാമത്ത് നാളില് പിന്നെ എന്താ പറയാ, ഈ മേഘം പോലെ നമുക്ക് തണലിട്ട് നിൽക്കുന്ന പറയുന്നത് ഈ ഇത് രണ്ടും പഠിച്ച ആളുകൾക്ക്. അപ്പൊ നമ്മൾ ഇനി വേറെ ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപാട് പിന്നെ ബാക്കിയുള്ള സൂറത്തുകളൊന്നും കഴിഞ്ഞില്ലെങ്കിലും സൂറത്തുൽ ബക്കറയും പിന്നെ ആലിമ്രാനും എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ച് അതൊന്ന് മനപ്പാടാക്കാനും അതിന്റെ തഫ്സീർ പഠിക്കാനും ശ്രമിക്കാൻ ഞാനും നിങ്ങളും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ആകട്ടെ. ആമീൻ. അതുപോലെ തന്നെ വായിച്ച ഓരോ അക്ഷരത്തിനും പ്രതിഫലം. നമുക്ക് പിന്നെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസാണ് അല്ലെ, അലിഫ് ലാം മീം എന്ന് പറഞ്ഞത് അല്ലെ ഒറ്റ ഹർഫല്ല. അപ്പൊ അതുപോലെ ഓരോ ഹർഫിനുമാണ് പ്രതിഫലം വരുന്നത്. ഒറ്റ വീടിന് ഒരൊറ്റ ആയത്തിനല്ല, ഒരു ഹർഫിനാണ്. അലിഫ് ലാം മീമിന് ഒരു പ്രതിഫലം അല്ലെ, ലാമിനൊന്ന് മീമിനൊന്ന്, അങ്ങനെ വേറെ വേറെ ആയിട്ടാണ് കിട്ടുന്നത്. പിന്നെ അപ്പൊ നമ്മള് അത് പിന്നെ മനസ്സിരുത്തി പഠിക്കാനും പിന്നെ ഉൾക്കൊള്ളാനും അത് ഉൾക്കൊണ്ടത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ശ്രമിക്കുക. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് ആകട്ടെ. അപ്പോ നമ്മള് ഹുറൂഫുൽ മുഖത്താഴത്തിന്റെ ആയത്തുകൾ വെച്ചാണ് അലിഫ് തുടങ്ങിയത് പറഞ്ഞു. പിന്നെ മുത്തക്കീങ്ങൾക്ക് സന്മാർഗമായിട്ടാണ് ഖുർആൻ അവതരിച്ചത്. ഖുർആൻ ലോക ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു അവതരിപ്പിച്ചതെങ്കിലും അതിൽ നിന്ന് ഹിദായത്ത് കിട്ടുക മുത്തക്കീങ്ങൾക്ക് മാത്രമാണ് ഹിദായത്ത് കിട്ടുക. പിന്നെ ആരാണ് മുത്തക്കീങ്ങൾ എന്ന് പഠിച്ചു അല്ലെ. നമസ്കാരം നിലനിർത്തുക, അദൃശ്യത്തിൽ വിശ്വസിക്കുക, അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ് മുത്തക്കീകൾ. അപ്പൊ അദൃശ്യത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാല് നമുക്കറിയില്ല അല്ലെ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ആകാശങ്ങള് ഒക്കെ നമുക്ക് പിന്നെ ഒഴിവായ കാര്യമാണ്. പക്ഷെ നമ്മൾ അതിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുത്തക്കിക്ക് മാത്രമേ ഉള്ളൂ കഴിയല്ലേ. പിന്നെ അദൃശ്യത്തിൽ വിശ്വസിക്കാനും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയതിൽ വിശ്വസിക്കുക. അതിന് മുന്നേ ഇറങ്ങിയ കുറെ നബിമാർക്ക് ഒരുപാട് വേദഗ്രന്ഥങ്ങൾ ഇറങ്ങി, അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ പെട്ടവരാണ്, അതാണ് മുത്തക്കികൾ. അപ്പൊ അള്ളാഹു നമ്മളെ മുത്തക്കികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് 6ഉം 7ഉം ആയത്തുകളാണ് അല്ലേ. അപ്പൊ അത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ അതിന്റെ പിന്നെ ഇത് വേർഡ് മീനിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ നമുക്കിത് അതിന്റെ കുറച്ച് വിശദീകരണം മാത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഒരു മിനിറ്റ് കേട്ടോ. أعوذ بالله من الشيطان الرجيم.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അളീം. അപ്പോ ഇന്നല്ലദീന കഫറു, പിന്നെ നമ്മള് അവിശ്വസിച്ചവര് 5 ആയത്തുകളിലായിട്ട് നമ്മൾ പഠിച്ചു മുത്തഖീങ്ങളുടെ സ്വഭാവ ഗുണങ്ങളിലെ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കാഫിറിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും കാഫിർ ആരാണ്, കാഫിർ എന്നുള്ളത്. സത്യം മനസ്സിലാക്കിയിട്ട് ആ സത്യത്തെ മറച്ചു വെക്കുക. സത്യം എന്താണെന്ന് അറിയാതല്ല, അറിയാത്തത് കൊണ്ട് പിന്നെ കാഫിറായി ജീവിക്കുന്നവരുണ്ടാകും. പക്ഷെ ഇത് അറിഞ്ഞിട്ട് അത് മറച്ചു വെക്കുക, അവരാണ് കാഫിർ. എല്ലാ മനുഷ്യരും പിന്നെ ജനിച്ചത് ഫിത്രയിലാണ്. അള്ളാഹു എല്ലാവരും പിന്നെ റൂഹ് ഉണ്ടാക്കി സൃഷ്ടിച്ചപ്പോൾ അവരുടെ അവർക്ക് പിന്നെ ഒരു ഈമാന്റെ ഒരു വെളിച്ചം, അള്ളാഹു ആണ് ഇലാഹ്, അള്ളാഹു ആണ് ആരാധ്യെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പൊ ആ ഫിത്ര എല്ലാവരുടെ ഉള്ളിലുണ്ട്. എല്ലാവരും അത് പിന്നെ എല്ലാവരും പല മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് വെളിച്ചമുണ്ട്. അപ്പൊ അതിനെ ആ വെളിച്ചം മറച്ചു വെക്കുന്നത് കൊണ്ടാണ് അവർ കാഫിറാവുന്നത്. അപ്പോ ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം, നിശ്ചയമായും അവിശ്വസിച്ചിട്ടുള്ളവർ അവരെ ഇനി താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും രണ്ടായാലും അവർക്ക് സമമാണ്, അവർ വിശ്വസിക്കുന്നതല്ല. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അളീം. അവരുടെ ഹൃദയങ്ങളുടെ മേലും അവരുടെ കേൾവിയുടെ മേലും അള്ളാഹു മുദ്ര വെച്ചിരിക്കുന്നു. അവരുടെ ദൃഷ്ടികളുടെ മേലുമുണ്ട് ഒരു തരം കൂടി, അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട്. ഈ 2 ആയത്തുകളിലെ അവിശ്വാസികളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് താക്കീത്, പിന്നെ അവിശ്വസിച്ചവർക്ക് താക്കീത് കൊടുത്തിട്ട് താക്കീത് കൊടുക്കാതിരുന്നിട്ടും എന്തായാലും കാര്യമില്ല. അവരത് വിശ്വസിക്കാൻ പോണില്ല. കാരണം എന്താ? അവരുടെ ഹൃദയത്തിന്റെ മുകളിൽ ഒരു മൂടിയുണ്ട്, അവരുടെ കേൾവിയിലും കാഴ്ചയിലും ഒരു മൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ 3 സ്ഥലങ്ങളിലും മൂടിയുള്ളത് കൊണ്ട് എന്താ, അവർക്ക് സത്യം കേട്ടാലും അവർക്ക് ഒരു പ്രയോജനം ചെയ്യില്ല, അവർക്ക് കടുത്ത ശിക്ഷയുണ്ട്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഭയങ്കര സങ്കടമാണ്. പിന്നെ ഇങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യം അവർ മനസ്സിലാക്കുകയും അത് പിൻപറ്റുകയും ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ അപ്പൊ അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്തുകൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നത് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ ഞാൻ സീൽ ചെയ്തു. അപ്പൊ ഈ അവരുടെ ഹൃദയത്തിൽ സീൽ ചെയ്തത് കൊണ്ടാണല്ലോ അവർക്ക് സത്യം മനസ്സിലാക്കാത്തത്, അല്ലെ? അപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അള്ളാഹു അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ അവർക്ക് സത്യം മനസ്സിലാകാത്തത്. അപ്പൊ അള്ളാഹു എന്തിനാ അങ്ങനെ ചെയ്തത്? പിന്നെ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് സത്യം മനസ്സിലാകുമായിരുന്നല്ലോ, അല്ലേ? അപ്പോ അത് അവരുടെ കുഴപ്പം കൊണ്ടല്ലേ. അപ്പൊ അവരുടെ കുഴപ്പമാണോ അല്ലേന്ന് നമുക്ക് നോക്കാം, അല്ലെ? അള്ളാഹു അൽ ഹക്കീമാണ്. ഒരു ഹിക്മത്തില്ലാതെ ഒരു കാര്യം അള്ളാഹു ചെയ്യൂല, അല്ലെ? അപ്പോ അവരുടെ ഹൃദയത്തിൽ മൂടി വെക്കാൻ കാരണം എന്താ? അല്ലെങ്കിൽ അവർ കാഴ്ചയിലും കേൾവിയിലും മൂടി വെക്കാനുള്ള കാരണം എന്താ? അള്ളാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് തരും. അപ്പൊ ആ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് അവിടെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനുള്ളൊരു അവസരം ഉണ്ടാവും. ഇപ്പൊ നമ്മളെ ഫോണില് നമുക്ക് ഇസ്ലാമികമായിട്ട് ഒരു ഗ്രൂപ്പ് ഇല്ലാത്തൊരു കാലം. അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെ പിന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരികയാണ് പിന്നെ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ, പിന്നെ ഹദീസ് പഠിക്കുക, തജ്വീദ് പഠിക്കണോ, അൽക്കാഫ് പഠിക്കണോ, പിന്നെ ഹിഫ്ള് പഠിക്കണോ, അങ്ങനെ ഓരോ നിറയെ ഗ്രൂപ്പുകൾ ഓരോന്നിലും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അതൊന്നും എടുക്കുന്നില്ല. നമ്മൾ ഇതൊക്കെ തജ്വീദ് പഠിക്കുക അതൊക്കെ ഭയങ്കര പ്രയാസമാണ്, അല്ലെങ്കിൽ പിന്നെ ഖുർആൻ ഹിഫ്ളാക്കുക അത് അതിലേറെ പ്രയാസമാണ്. അപ്പൊ അതിനൊന്നും നമ്മൾ മെനക്കെടാൻ നമ്മൾ ഒരുക്കല്ല. അപ്പൊ ഇത് അങ്ങനെ നമ്മളെ ഗ്രൂപ്പുകളിൽ വരാൻ കാരണം എന്താ? ഇതിങ്ങനെ സ്വാഭാവികമായിട്ട് അറിയാതെ നമ്മളെ ഫോണിൽ വന്ന് പെടുന്നല്ല. ഇത് അള്ളാഹു നമ്മളെ നന്നാക്കാൻ വേണ്ടി നമ്മളെ ഫോണിൽ ഇട്ട് തരുന്നതാണ്. ഇവളിത് എടുക്കോ ഇല്ലേ, അതിനു വേണ്ടി അള്ളാഹു ഇട്ട് തരുന്നതാണ്. നമ്മളത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ അത് ഒഴിവാക്കി വിടുകയാണ്. അപ്പൊ അവിടെ എന്താ വരുന്നത്? ആ അവരുടെ കുറ്റം കൊണ്ടല്ലേ.
അവരല്ലേ അത് ഒഴിവാക്കി വിടുന്നത്. അള്ളാഹു അവര് ഇതില് ജോയിൻ ആക്കേ, ഈ ഖുർആൻ ഹിഫ്ളാക്കേ, അല്ലെങ്കിൽ ഇത് തജ്വീദ് പഠിക്കേ, അല്ലെങ്കിൽ ഈ ഹദീസ് പഠിക്കേണ്ട അള്ളാഹു ഇട്ട് തരുന്നതല്ലേ. വേറെ ആൾക്ക് അള്ളാഹു അറിയാതെ ഒരു കാര്യം ആവുന്നില്ലല്ലോ. അപ്പൊ നമ്മളത് എടുക്കണില്ല. ആ ഒരുപാട് അവസരങ്ങൾ വീണ്ടും വീണ്ടും അള്ളാഹു തന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താതെ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുമ്പോ അള്ളാഹു സ്വാഭാവികമായിട്ടും നമ്മളെ കണ്ണ് ശരിക്കും കൊണ്ട് ഇരുട്ടാക്കി തരും. ഒന്നും നമുക്ക് കണ്ടാലും മനസ്സിലാവില്ല. അവിടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ കഴിയില്ല. അള്ളാഹു പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടാലും ഒന്നും മനസ്സിലാവില്ല. നമ്മളെ ഹൃദയമാണെങ്കിലോ അടച്ചു മൂടി കൊട്ടി അടക്കപ്പെട്ടിരിക്കണം, അവിടേക്ക് ഒന്നും കേറൂല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മൾ തന്നെയാണ് നമ്മളെ എത്തിക്കുന്നത്. അപ്പൊ അത്തരം ഹൃദയം പിന്നെ ഫീഡ് ചെയ്യപ്പെട്ട കേൾവിയും കാഴ്ചയും ഒക്കെ മൂടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ. സൂറ സോഫിൽ ആയ 5 അള്ളാഹു പറയുന്നു, ഫലമ്മാ ഫലമ്മാ റഅൂ വസഅ അല്ലാഹു ഖുലൂബിഹിം, അങ്ങനെ അവർ തെറ്റിയപ്പോൾ അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളഞ്ഞു. ജാസിയ 23 പറയുന്നു, അഫറഅയ്ത മനിത്തഖദ ഇലാഹതൻ ഹവാ, എന്നാൽ ദൈവത്തെ തന്റെ തന്നിഷ്ടമാക്കിയവനെ നീ കണ്ടുവോ. അപ്പൊ ഈ രണ്ടായത്തുകളിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ആയത്തില് അങ്ങനെ അവർ തെറ്റിയപ്പോഴാണ് അള്ളാഹു അവരുടെ ഹൃദയങ്ങൾ തെറ്റിച്ചത് അല്ലെ. ഇപ്പൊ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അള്ളാഹു സീല് വെച്ച് കളഞ്ഞു. എന്താ സീല് വെച്ച് കളയാൻ കാരണം? അവര് തെറ്റി അല്ലെ. അവരുടെ മുന്നിൽ കൊണ്ടുവരുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ അവര് ഒഴിവാക്കി വിട്ടു. അവര് ചിന്തിക്കാനൊന്നിനും പോയില്ല. അപ്പൊ അള്ളാഹു അവരെ തെറ്റിച്ചു. അല്ലാതെ അള്ളാഹുവിന്റെ കുറ്റം കൊണ്ടല്ല, അള്ളാഹു അവരെ മനഃപൂർവ്വം തെറ്റിച്ചതല്ല. പിന്നെ അതുപോലെ ദൈവത്തെ തന്റെ അനിഷ്ടമാക്കിയവനെ കണ്ടുവോ. അതായത് തന്റെ ഇച്ഛയെ തന്റെ ഇച്ഛയെയാണ് അവന് ഫോളോ ചെയ്തത്. സത്യം അറിഞ്ഞിട്ട് പിന്നെ പരലോകത്തേക്കാൾ ദുനിയാവിനെ ഇഷ്ടപ്പെടുക, അതാണ് ഇച്ഛയെ ഫോളോ ചെയ്യുക. നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ ദുനിയാവിലുള്ള സുഖ സൗകര്യങ്ങൾ മാത്രം, അത് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അതിനു വേണ്ടി ശ്രമിക്കുക. പിന്നെ എന്താ പറയാ, പിന്നെ ഇതില് റീൽസുകൾ ഇടുക, എന്നിട്ട് അതില് പിന്നെ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, മറ്റേത് മറിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതിൽ മാത്രം ഒരു രസം കണ്ടെത്താൻ ശ്രമിക്കുക. നല്ല നല്ല റീൽസുകൾ ഇടുക, അതിന്റെ കൂടെ നമ്മൾ പിന്നെ പരലോകത്തേക്ക് വേണ്ടിയുള്ളത് ശ്രമിക്കുക. ആ റീൽസ് തന്നെ മറ്റുള്ളവരുടെ സമയം കളയുന്ന രീതിയിലാവരുത്. ദുനിയാവുക്ക് പിന്നെ ഉപകാരപ്പെടണം, അതിന്റെ കൂടെ തന്നെ ആ റീൽസ് കൊണ്ട് പരലോകത്തേക്കും ഉപകാരപ്പെടണം. അപ്പൊ അതില് പിന്നെ എന്തായി, ഇച്ഛയെ ഫോളോ ചെയ്യല്ല അവിടെ ചെയ്യുന്നത്. രണ്ടുണ്ട്. പരലോകത്തെ മറക്കാതെയാണ് ദുനിയാവിനെ ലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പരലോകത്തെ മറന്നുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഹൃദയത്തില് മൂടി വരുന്നതും കേൾവിയും കാഴ്ചയും ഒക്കെ ഒട്ടിയടക്കപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇതിന്ന് മനസ്സിലായി, ഹൃദയം കുത്തി അടക്കപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാവണം. എന്താ വെച്ചാല് സത്യം അറിഞ്ഞ ശേഷം അത് നിഷേധിക്കുക, അത് ഭയങ്കര അപകടമാണ്. നമുക്ക് സത്യം മനസ്സിലാക്കി, നമുക്ക് അറിയാം പരലോകമുണ്ട്, മൈഷറുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, സിറാത്ത് പാലം കടക്കാനുണ്ട്, ഒക്കെ നമുക്കറിയാം. പക്ഷെ അതിനെ നമ്മൾ നിഷേധിക്കുകയാണ്. ദുനിയാവിനെ മാത്രം തിരഞ്ഞെടുക്കുക, അത് നാശത്തിലേക്കാണ് നയിക്കുക. നമ്മളെ എപ്പോഴും അള്ളാഹുവിൽ നിന്ന് ഹിദായത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എപ്പോഴും ഹിദായത്ത് ചോദിക്കുക. യാ മുഖല്ലബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം തുടങ്ങിയ പ്രാർത്ഥനകളൊക്കെ എപ്പോഴും ചൊല്ലുക. അള്ളാഹുവിനോട് എപ്പോഴും നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ ഹിദായത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും സത്യം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അത് സത്യം ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കുക. പിന്നെ അത് ഇപ്പൊ ഞാൻ പണ്ട് മുതലേ അങ്ങനെയല്ലായിരുന്നു, ഞാൻ പിന്നെ എങ്ങനെയാണ് പഠിച്ചത്, അപ്പൊ ഞാനത് അങ്ങനെ ഉണ്ടല്ലേ, ഞാൻ പഠിച്ചതേ ഞാൻ ചെയ്യൂ, ഈ പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷെ ഞാൻ അതല്ല പഠിച്ചത്. അത് സത്യം അങ്ങനെ ആവുമ്പോ എന്താണ്ടാവും, നമ്മുടെ ഹൃദയം അടഞ്ഞു പോകും. അപ്പൊ ഇത് സത്യം കണ്ടാൽ അത് മനസ്സിലാക്കുക, അത് സ്വീകരിക്കുക, അത് സത്യം സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതില് പറഞ്ഞു അന്തർത്തഹും അംലം തുന്തിർഹും, അതായത് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് ചെയ്താലും ശരി, ഇല്ലെങ്കിലും ശരി,
അവരെന്താ ചെയ്യണേ? അവര് അത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല അല്ലേ? അപ്പൊ ഈ ആയത്തുകള് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസമായി വന്നതാണ്. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞല്ലോ നമ്മള്, പിന്നെ ഭയങ്കര വേദന, സങ്കടമായിരുന്നു ആരും വിശ്വസിക്കാഞ്ഞാല്. അപ്പൊ അള്ളാഹു താലാക്ക് അറിയാം അല്ലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടപ്പെടുന്നത് ഒക്കെ. അപ്പൊ അതിന് ഒരു ആശ്വാസമായിട്ട് ഇറക്കിയതാണ് ഈ ആയത്ത്. സൂറ കഹ്ഫിൽ പറയുന്നു, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലൻ യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. അതിനാൽ ഈ സന്ദേശത്തിൽ അവർ വിശ്വസിച്ചില്ലെങ്കിൽ, അവർ പിന്തിരിഞ്ഞു പോയതിനെ തുടർന്ന് അതിലുള്ള ദുഃഖത്താൽ നീ ജീവൻ ഒടുക്കിയേക്കാം. അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാല്ലേ. അള്ളാഹുവിന് പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ പറയാൻ മറ്റൊരു കാര്യം, ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. നമ്മൾ ഓരോ ആയത്തുകളിലും തഫ്സീറിലൊക്കെ കണ്ടാൽ മനസ്സിലാവും അള്ളാഹുവിന് എന്തൊരു ഇഷ്ടമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അല്ലേ. അപ്പൊ ആ ഒരു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവൻ ഒടുക്കിയേക്കാം, ഇത്രയും സങ്കടം കൊണ്ട് ഹൃദയം പൊട്ടി മരിച്ചു പോകും. ഇങ്ങനെ എന്താണ് കാരണം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിലേറെ ഇഷ്ടമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനല്ലേ. അപ്പോ ആ ഒരു അവര് സത്യം മനസ്സിലാക്കാതെ പിന്നെ അദാബുൻ അലീം ആവല്ലോ എന്നുള്ള പേടിയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതുകൊണ്ടാണ് അവരെങ്ങനെയെങ്കിലും ഇതൊന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് കരുതിക്കൊണ്ട് അവർക്ക് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അള്ളാഹു പറയുകയാണെങ്കിൽ അങ്ങനെ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അവരുടെ ഹൃദയം ഒക്കെ ഞാൻ കൊട്ടിയടച്ചതല്ലേ. അപ്പോ അവർക്ക് കൊട്ടിയടക്കാൻ കാരണം അവര് ചെയ്ത തെറ്റുകൾ കൊണ്ട് തന്നെയാണ്. അപ്പോ അതിൽ നീ വിഷമിക്കണ്ട. അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നീ വിഷമിക്കേണ്ടതില്ല. അവരുടെ ഹൃദയം ഞാൻ മൂടിയിട്ടതാണ്. ഇവിടെ കുഫ്ർ എന്നതുപോലെ പിന്നെ ഒരുപാട് ഇപ്പൊ നമ്മള് മുത്തക്കിക്ക് ഒരുപാട് ലെവലുകൾ ഉണ്ടെന്ന് പഠിച്ചുല്ലേ. കുറേ ലെവലുകളുണ്ട്. മുത്തക്കിനിലെ ആയത്തുകൾ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഒരുപാട് പിന്നെ ഒരു ക്ലാസ് തന്നെ ഉണ്ട് അല്ലെ, ആയിഷ മാം എടുത്ത് തന്നില്ലേ. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ മുത്തക്കിനെ കുറിച്ച് പഠിച്ചു നമ്മള്. ഇങ്ങനെ ആദ്യം കുറെ ഇത് കേൾക്കുമ്പോൾ ഞാൻ മുത്തക്കിയിൽ ഉൾപ്പെട്ടതാണ്. പിന്നെ ഇങ്ങനെ പോകെ 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 ഓരോ ഇത് കേൾക്കുമ്പോൾ അപ്പൊ എനിക്കിത് ഈ ക്വാളിറ്റി ഇല്ലല്ലോ എന്നിട്ട് നമ്മൾക്ക് ആകെ പ്രയാസം സങ്കടമൊക്കെ തോന്നുന്ന ഇതുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കുഫ്രിലും ഒരുപാട് ലെവലുണ്ട്. ഈ കുട്ടിയടക്കപ്പെട്ട ഹൃദയമാണ് ഏറ്റവും കൂടിയ ലെവല്. ഇന്ന അലൈക്കൽ ബലാഉ അലൈനൽ ഹിസാബ്. നിന്റെ മേൽ പ്രബോധന ബാധ്യത മാത്രമേ ഉള്ളൂ. അവരുടെ കണക്ക് നോക്കുന്ന ബാധ്യത നമുക്കാകുന്നു. അതുകൊണ്ട് നീ അവർക്ക് പ്രബോധനം എത്തിച്ചാൽ മാത്രം മതി. അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല. അപ്പൊ ഈ കുഫ്രിന്റെ ആളുകൾ, ഭയങ്കര കൂടിയ ലെവൽ കുഫ്രിന്റെ ആൾക്കാർക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രബോധനം ചെയ്തിട്ടും കാര്യമില്ല. കുറച്ചാളുകള് പിന്നെ സത്യം മനസ്സിലാവാത്തത് കൊണ്ട് കുഫ്രിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും. പിന്നെ അവർക്ക് അവസരമില്ല, കേൾക്കാൻ അവസരമില്ലാത്തതിന്റെ പേരിൽ കുഫ്രിൽ ജീവിക്കുന്ന. അപ്പോ ഉപ്പയും പിന്നെ നല്ല രീതിയിൽ ജീവിക്കാണ്. മോളെ കല്യാണം കഴിച്ചു വിട്ടു, അവിടെ കാര്യമായിട്ടൊന്നും ദീനില്ല. പിന്നെ അപ്പോ ഇവര് ഒരു പക്ഷെ നല്ല ദീനിൽ ജീവിച്ചതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോ, കല്യാണം കഴിച്ച വീട്ടിൽ ചെന്നപ്പോ അവരുടെ ആ രീതിയിലേക്ക് കൂടി. പിന്നെ അവർക്ക് മക്കളായി. അപ്പൊ ആ മക്കളെ എന്തായി, പിന്നെ ഇവര് ദീന് ഫോളോ ചെയ്യാത്തത് കൊണ്ട് ആ മക്കൾക്കും ദീനില്ലാതായി. അപ്പൊ ആ മക്കളെ കുറ്റം കൊണ്ടല്ല അല്ലെ അവര് കുഫ്രിലായത്. അവർക്ക് ഇമ്മിപ്പം ഇപ്പൊ ദീന് പറഞ്ഞു കൊടുത്താലല്ലേ അവർക്ക് പിന്നെ ഇതെന്താണ് അള്ളാഹിനെയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുറിച്ചും ഖുർആനെ കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവരെ മദ്രസയിലും പഠിപ്പിക്കണില്ല, ദീനും പഠിപ്പിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതൊന്നും അറിയില്ല. അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. നമ്മളെ മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് നമ്മൾ അള്ളാഹുവിനെ പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ നമ്മളെ ബാധ്യത എന്താ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞ ഈ പ്രബോധന ബാധ്യത അത് എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. അള്ളാഹു എല്ലാവർക്കും ഉണ്ടത്. കാരണം നമുക്ക് പിന്നെ ഒരു ഇൽമ കിട്ടിയാല്, ഒരു നാഫിയായ ഇൽമ കിട്ടിയാൽ അത് നമ്മൾ തീർച്ചയായും അത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കണം. ആ ഇൽമ നമ്മൾക്ക് എടുത്തു വെക്കാൻ അവകാശമില്ല അല്ലെ. അത് നമ്മൾ ജീവിതത്തിൽ പകർത്തുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അപ്പോ ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഈ ഖുർആൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത് എന്താ? നമ്മളെ ഹൃദയം അള്ളാഹു ദീനിലേക്ക് തുറന്നതുകൊണ്ടല്ലേ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് അത് ഇങ്ങനെ ഒരു ക്ലാസ് നടക്കുന്നത് തന്നെ അവരറിയുന്നില്ല. കാരണം എന്താ? അവരുടെ ഹൃദയം അതിലേക്ക് തുറക്കപ്പെട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക?
നമ്മൾക്ക് തുറവി കിട്ടി ദീനിന്റെ കാര്യത്തിൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, അല്ലേ? അവരത് പിൻപറ്റുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യമില്ല. പക്ഷെ നമ്മളെ ബാധ്യത എന്താണ്? അവർക്കത് എത്തിച്ചു കൊടുക്കുക. അപ്പൊ നമ്മളൊക്കെ ഫാമിലിയിൽ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവില്ലേ? അപ്പൊ നമ്മളെന്താ ചെയ്യുക? ഞാനടക്കം എനിക്കൊക്കെ, അപ്പൊ ഞാനൊക്കെ വിചാരിക്കും എങ്ങനെ ഇത് കൊടുക്കുകന്ന്. അവർക്കിത് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കണ്ട. അവരിതില് പിന്നെ നമ്മൾ കൊടുത്ത ലിങ്കിൽ കയറിയിട്ട് അവർ ഖുർആൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അതും നമ്മൾ നോക്കണ്ട. നമുക്ക് എന്താ ബാധ്യത? ഈ ലിങ്ക് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡ് എത്തിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ നമ്മളെ ബാധ്യത. എന്നിട്ട് നമ്മൾ അവർക്ക് ഹിദായത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം കൂടെ, അല്ലെ? എനിക്കൊക്കെ ആയി. അപ്പൊ പിന്നെ ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഞാൻ ഖുർആൻ ക്ലാസ് കേൾക്കുന്നുണ്ട്, ഞാൻ പിന്നെ അള്ളാഹിന്റെ അടുത്ത ആളാണ്, ഞാൻ മുത്തക്കിയാണ്, ഇനിയിപ്പോ എനിക്കൊന്നും നോക്കാനില്ല. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? നമുക്ക് കിട്ടിയത് നമ്മളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവർക്ക് കൊടുക്കുക, അവർക്ക് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഹൃദയം നമ്മളിങ്ങനെ തുറന്നു വെക്കുക, സത്യം സ്വീകരിക്കാൻ. ഓരോ ഇത് കാണുമ്പോഴും അതിലൊക്കെ അള്ളാഹുവിന്റെ ഒരു എന്ത് കാര്യം കണ്ടാലും അവിടെ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവണം. ആ ഒരു അത്ഭുതം കണ്ടു, എന്താ ഒന്നുമില്ല, ആ ഒരു രീതിയിലല്ല. പിന്നെ നമ്മളൊക്കെ പഠിച്ചത് പണ്ട് പല മദ്രസകളിലായിട്ട് പല പിന്നെ ഇതായിരിക്കും സബ്ജക്ട്, എന്താ പറയാ, അതിൻ്റെയൊക്കെ ഓരോ മദ്രസകളിലും ഓരോ രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും നമ്മളില്ലേ, ഓരോ പ്രസ്ഥാനക്കാര മദ്രസയില്. അപ്പൊ അന്ന് നമ്മൾ പഠിച്ചപ്പോ പലതും പഠിച്ചിട്ടുണ്ടാവും. ഒരു മുസ്ലിമിനെ കണ്ടാൽ സലാം പറയാന്ന് നമ്മൾ പഠിച്ചത്. ഇപ്പൊ നമ്മൾ ചെറിയ പ്രായത്തിൽ അത് ചില ആളുകളെ, ചില പ്രസ്ഥാനക്കാരെ കണ്ടാൽ സലാം പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ച മദ്രസയിൽ ഞങ്ങളെ പഠിപ്പിച്ചു. അപ്പൊ ഇന്ന് എനിക്ക് മനസ്സിലായി, ഒരു മുസ്ലിമിനെ കണ്ടാലാണ് സലാം പറയേണ്ടത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഞാൻ അന്ന് മദ്രസയിൽ എന്റെ ഉസ്താദ് പഠിപ്പിച്ചത് അസ്തഗ്ഫിറുല്ലാഹ്, പ്രസ്ഥാനം മറ്റേലെ കാണുമ്പോൾ സലാം പറയരുത്. ഞാൻ ഒരിക്കലും പറയില്ല എന്റെ ഉസ്താദ് അങ്ങനെയല്ല പഠിപ്പിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ സത്യം മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആ സത്യത്തിന്റെ കൂടെ പോവാ. അപ്പൊ എന്താവും? നമ്മളെ ഹൃദയത്തിൽ സീലും ഉണ്ടാവില്ല. നമ്മളെ കേൾവിയിലും കാഴ്ചയിലും ഒക്കെ നമുക്ക് എപ്പോഴും റബ്ബ് സുബ്ഹാനഹു വ തആലന്റെ ഒരു വെളിച്ചല്ലേ, അതിങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇബ്രാഹിം സൂറത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും വലഇൻ കഫർത്തും ഇന്ന അസാബി ലശദീദ്. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ വർദ്ധിപ്പിച്ചു തരും, എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ എന്റെ ശിക്ഷ കഠിനമായിരിക്കും. അപ്പോൾ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ്, അത് അള്ളാഹു തൃപ്തിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് അള്ളാഹു വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു തന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തും, അല്ലെ? നമുക്ക് ഒരുപാട്, അപ്പൊ നമുക്ക് പിന്നെ പല സുഖ സൗകര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അത് നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അത് പിന്നെ കാര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താതെ ആ ക്യാഷ് ഇങ്ങനെ കൂട്ടി വെക്കുക, അതല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് വലിയ ആഡംബര കാർ വാങ്ങാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ? ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്കത് വാങ്ങാം, ഇല്ലെങ്കിൽ വാങ്ങണ്ട. ഉണ്ടെങ്കിൽ അതുപോലെ നല്ല ഭംഗിയുള്ള നല്ല വിലന്റെ ഡ്രസ്സ് എടുക്കാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ? എടുക്കുക. നല്ല ഫുഡ് കഴിക്കുക, നല്ല വീട് വെക്കുക, എല്ലാം ചെയ്യാം. അപ്പൊ അള്ളാഹു അത് വർദ്ധിപ്പിച്ചു തരും. നമ്മൾ ധാരാളം സദക്ക കൊടുക്കുക, അപ്പൊ വീണ്ടും വീണ്ടും നമ്മളെ കയ്യിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അള്ളാഹു തന്ന ഈ അനുഗ്രഹങ്ങൾ നമ്മൾ എത്രത്തോളം ബെറ്ററാക്കി ഉപയോഗിക്കാമോ അതൊക്കെ അത്രയും ബെറ്ററായി ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ, ആദ്യം ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവും, അതുമായി ബന്ധപ്പെട്ട് പിന്നെ പിന്നെ ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും, അല്ലേ? അതെന്താ? അത് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരികയാണ്. നമ്മൾ ആ ഗ്രൂപ്പ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി, അപ്പൊ അതിന്റെ ബാക്കി അടുത്ത ഗ്രൂപ്പിൽ അത് കഴിയുമ്പോൾ, അപ്പോൾ അത് ഒരു നന്മ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും, അല്ലെ, അടുത്ത നന്മക്കുള്ള അവസരം അള്ളാഹു നമുക്ക് ഇങ്ങനെ തുറന്നു തന്നോണ്ടേ ഇരിക്കുകയാണ്. ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞു, അപ്പൊ അടുത്ത കോഴ്സ്, അത് തീർന്നു കഴിയുമ്പോഴേക്കും അടുത്ത കോഴ്സ്, അതിങ്ങനെ വന്നോണ്ട്, ഇതിന് നമ്മള് പിന്നെ അവസാനമില്ല. അതിങ്ങനെ നമ്മൾ മരണം വരെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുക. ഞാനിപ്പോ 2-3 കോഴ്സ് കഴിഞ്ഞു, ഇനി ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. നമുക്കൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റ് എപ്പോഴാ? നമ്മൾ മരിക്കുമ്പോഴാണ്, അല്ലെ? അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഖബറിൽ അള്ളാഹു നല്ല റെസ്റ്റ് തരട്ടെ, അല്ലെ? നമ്മൾ ചെയ്ത അമലുകളൊക്കെ സ്വാലിഹായ അമലായി നമ്മളടുത്ത് സ്വീകരിച്ചുകൊണ്ട്, നമ്മളെ അമല് നമുക്ക് ഇങ്ങനെ ഖബറിൽ നമ്മളെ കൂട്ടിനുണ്ടായിക്കൊണ്ട് നമ്മൾ സ്വസ്ഥമായിട്ട് ഇത്രയും കാലം നമുക്ക്, പിന്നെ നമ്മൾ നേരെ ഉറങ്ങാൻ വൈകുക, നേരത്തെ എഴുന്നേൽക്കുക, നമുക്ക് പകൽ ഉറങ്ങാൻ സമയമില്ല, നമ്മൾ ഇങ്ങനെ അള്ളാഹുവിന്റെ പുറകെ നമ്മൾ ഇങ്ങനെ ഓടുകയാണ്.
ഈ ഓട്ടം നമുക്ക് ഖബറിൽ നല്ല റിലാക്സ് ആയിട്ട് അവസാനിപ്പിക്കാൻ നമ്മളെ ചെയ്ത അമലുകളൊക്കെ നമ്മളെ കൂടെ ഇങ്ങനെ സ്വാലിഹായ കർമ്മങ്ങളായി നമുക്ക് കൂട്ടിന് നമ്മൾ എടുത്തുണ്ടായിക്കൊണ്ട് നമ്മളിങ്ങനെ കിടന്നുറങ്ങാം അല്ലേ? എന്ത് രസമായിരിക്കും അത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്നെയും ഈ സദസ്സിലുള്ള എല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളെ എല്ലാവരെയും അള്ളാഹു എത്തിച്ചു തരട്ടെ. ആമീൻ. പിന്നെ നമ്മള് പ്രബോധനം ചെയ്യുമ്പോൾ അവരെ നമ്മള് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സദസ്സിലിരിക്കുകയാണ്. അപ്പൊ ആ സദസ്സിലിരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവരോട് എന്തെങ്കിലും ഒരു നന്മ പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിന് മാച്ചായ രീതിയിൽ, അവിടെ ഒരു മാച്ചും ഇല്ലാതെ പെട്ടെന്ന് ചെന്നുകാണ്ട് അവിടെ കയറി പറയാതെ അതിന് മാച്ചായ രീതിയിൽ അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഏതാണോ അള്ളാഹുവിന്റെ എന്ത് കാര്യമാണോ അപ്പൊ അവിടെ നമുക്ക് കൊണ്ടുവരാനുള്ളത് അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവരത് അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഓളെ സ്വീകരിക്കാനൊന്നും പോണില്ല എന്നാവരുത് നമ്മളെ മനസ്സിൽ. ഇത് പയ്യെ പയ്യെ ഇവളിതൊക്കെ വരട്ടെ, അതാവണം നമ്മളെ മനസ്സിൽ. ഖുർആൻ ക്ലാസ്സിന് പോകുമ്പോൾ നമ്മൾ വിളിക്കുക, എന്നും വിളിച്ചോണ്ടിരിക്കുക അല്ലെ? എന്നും വിളിച്ചോണ്ടിരുന്നാലും ഒരു ദിവസം വന്നെങ്കിലോ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ നാഫിയായ ഇൽമ വർദ്ധിക്കാനും ഹിദായത്തിനും വേണ്ടി റബ്ബ് സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് കിട്ടിയ ആ ഇൽമിനെ നമ്മൾ അമലാക്കി മാറ്റുക, അതോടൊപ്പം അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ശ്രമിക്കുക. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പഠനം സ്വാലിഹായ അമലായി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ അല്ലാഹ്. നിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ച് ധാരാളം നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണമേ. നിന്റെ ദൃഷ്ടാന്തങ്ങൾ തുറക്കപ്പെട്ട ഹൃദയത്തോടെയും കണ്ണും കാതും തുറന്നു വെച്ച് മനസ്സിലാക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ നീ എന്താണ് ഞങ്ങളോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും നീ പുറത്ത് ഞങ്ങൾക്ക് മാപ്പ് നൽകണം. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ, അയൽവാസികൾ, ടീച്ചർമാർ എല്ലാവർക്കും പുറത്തു തന്ന് ഞങ്ങളെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ച് കൂട്ടണേ. നിന്റെ മാർഗത്തിൽ നിന്നെ മനസ്സിലാക്കാൻ ഒരുമിച്ച് കൂടിയവരാണ് അള്ളാഹ് ഞങ്ങൾ. ഈ ഇരുത്തം ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ. ഞങ്ങളുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണേ. ഞങ്ങൾക്ക് അവർക്ക് നീ ഹിദായത്ത് നൽകണേ. ഞങ്ങൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രാജ്യത്ത് ഇലക്ഷൻ നടക്കുകയാണ്. നിന്റെ മാർഗത്തിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നവർക്ക് ഞങ്ങളുടെ ഭരണം നീ ഏൽപ്പിച്ചു കൊടുക്കരുതേ അല്ലാഹ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ സത്യത്തിന്റെ വിജയം കൊടുക്കണേ അല്ലാഹ്. സത്യത്തിന് വിജയം കൊടുക്കരുതേ ഒരിക്കലും. സത്യത്തിന് വിജയം കൊടുത്താൽ അവരുടെ മാർഗമാണ് സത്യമെന്നവർ തോന്നിപ്പോകുമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയിൽ നീ പഠിപ്പിച്ചു തന്നില്ലേ അല്ലാഹ്. നീ അസത്യത്തിന് ഒരിക്കലും വിജയം കൊടുക്കരുത് എവിടെയും അല്ലാഹ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലി മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء والأموات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد وعلى آله وأصحابه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.